ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിനിഞ്ഞാന്ന് നമ്മുടെ നിഫ്റ്റി പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. സെൻസെക്സ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ സെൻറ്റിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വളാറ്റിലിറ്റിയും അതുപോലെ തന്നെ ഒരു പുതിയ റെക്കോർഡ് ഹൈ ഒക്കെ നിഫ്റ്റിക്കും സെൻസെക്സിനും വീണ്ടും കണ്ടേക്കാം. ഒപ്പം ഇലക്ഷൻ റിലേറ്റഡ് വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു ഹയർ വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ ഒരു അപ്വാർഡ് ബയാസാണ് ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ളത്. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ എക്കണോമിക് ഡാറ്റ ഫ്ലോസ് ഒക്കെ സൂചിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു സെൻറ്റിമെൻറ്റിനെ തന്നെയാണ്. ചൊവ്വാഴ്ച അമേരിക്കൻ മാർക്കറ്റിൽ വലിയ സെൽ ഓഫാണ് കണ്ടത്. പക്ഷേ ഇന്നലെ കാര്യമായിട്ടുള്ള സെൽ ഓഫ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹ്യൂജ് വൊളാറ്റിലിറ്റി ആയിരുന്നു ഇന്നലെ കണ്ടത്. S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ പക്ഷേ ചൊവ്വാഴ്ചയെക്കാളും ബെറ്റർ ആയിരിക്കാണ്. 15.39 ഇന്നലെ ക്ലോസ് ചെയ്തത്. ചൊവ്വാഴ്ച 15.65 ആയിരുന്നു. US ഫെഡിൻ്റെ പോളിസി ഡിസിഷൻ വന്നതിന് ശേഷം മാർക്കറ്റിൽ വലിയ രീതിയിൽ വൊളാറ്റിലിറ്റി കണ്ടിരുന്നു. പക്ഷേ US ഫെഡ് ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ ഫർദർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടില്ല എന്ന തരത്തിലുള്ള ഒരു ഇൻഡിക്കേഷനാണ്. അതോടൊപ്പം തന്നെ എന്നാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തുടങ്ങുക എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ തീരുമാനിക്കാനാവില്ല. അത് ഇൻഫ്ലേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു സെർട്ടനിറ്റി വന്നിരിക്കുന്നു. ഫർദർ ഹൈക്ക് ഉണ്ടാവില്ല. അതിനനുസരിച്ചുള്ള റിയാക്ഷൻ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഇന്ന് കാണാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് ഇന്നിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വിത്ത് വൊളാറ്റിലിറ്റി. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. ഡൗ ജോൺസ് 87.37 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഹ്യൂജ് വൊളാറ്റിലിറ്റി ആണ് ഇന്നലെ ഉണ്ടായിരുന്നത്. S&P 500 17.3 പോയിന്റ് വീക്കായിട്ട്, അതുപോലെ തന്നെ നാസ്ഡാക്ക് 52.34 പോയിന്റ് വീക്കായിട്ടും, റസൽ 2000 ഇൻഡെക്സ് പക്ഷേ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 2.34 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ എല്ലാം വീക്കായിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിൽ മെജോറിറ്റി മാർക്കറ്റുകളും ഇന്നലെ ഹോളിഡേ ആണ്. അതുപോലെ തന്നെ ഇന്ന് ചൈനീസ് മാർക്കറ്റുകൾക്കെല്ലാം ഹോളിഡേ ആണ്. നാളെയും കൂടി ചൈനീസ് മാർക്കറ്റുകൾക്ക് ഹോളിഡേ ആണ്. ഏഷ്യയിൽ അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ പ്രൈസിലും വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് നമ്മൾ കണ്ടത്. ഗോൾഡ് ഇപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നത് $2,311 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ്. അതോടൊപ്പം തന്നെ $2,332 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ്. ഇന്നലെ ക്ലോസ് ചെയ്തത് $2,311 പെർ ഔൺസിനാണ്. ഒപ്പം ബ്രെൻഡ് ക്രൂഡ് ഓയിൽ നല്ല രീതിയിലാണ് താഴെ വന്നിരിക്കുന്നത്. $83.75 പെർ ബാരലിനാണ് ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. കാരണം ക്രൂഡ് ഓയിൽ പ്രൈസിൽ വരുന്ന വിലയിടിവ് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മറ്റ് കമോഡിറ്റി ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്, കോപ്പറും അലുമിനിയം ഒക്കെ. ഓവറോൾ ചൈനീസ് മാർക്കറ്റ് ആക്ടിവിറ്റി തന്നെയാണ് മെറ്റൽ ഫ്യൂച്ചേഴ്സിലെ ആക്ടിവിറ്റി കൂട്ടുന്നത്. പക്ഷേ ചൈനീസ് മാർക്കറ്റുകൾ നാളെ വരെ ഹോളിഡേ ആണ്. ഇനി തിങ്കളാഴ്ച റീഓപ്പൺ ചെയ്യുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ലഗ്ഗിഷ്നെസ് നമുക്ക് മെറ്റൽ ഫ്യൂച്ചേഴ്സിലും കാണാം. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് വളരെ പോസിറ്റീവാണ്. GST കളക്ഷൻ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏപ്രിൽ 2.1 ലക്ഷം കോടിയാണ് GST കളക്ഷൻ ഹിറ്റ് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിനെയാണ് ഇന്ത്യയിൽ. അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല ന്യൂസ് ഫ്ലോസും മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്രോൾ, ഡീസൽ ഒക്കെ GSTയുടെ അണ്ടറിലേക്ക് മാറ്റിയേക്കും. അതുപോലെ തന്നെ പുതിയ ഡയറക്റ്റ് ടാക്സ് കോഡ് അനൗൺസ് ചെയ്തേക്കും. ഈ ഡയറക്റ്റ് ടാക്സ് കോഡ് വരുമ്പോൾ ടാക്സ് പേയിങ് സിറ്റിസൺസിന് വലിയ രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാവും എന്ന തരത്തിൽ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സായിട്ട് മാറിയേക്കാം. ഇനി നമ്മൾ ഗോൾഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്ക് പ്രകാരം Q1, അതായത് മാർച്ചിൽ അവസാനിച്ച Q1 ഇന്ത്യൻ സെൻട്രൽ ബാങ്കും ഗോൾഡ് വാങ്ങിയിരിക്കുകയാണ്. 19 ടണ്ണാണ് വാങ്ങിയിരിക്കുന്നത് പറയുന്നു. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവ് ആണ്. ഇന്ത്യയിൽ ജുവല്ലറി ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒപ്പം ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകളുടെ ബയ്യിങ്ങും ഗോൾഡിൻ്റെ കാര്യത്തിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന കാര്യങ്ങളാണ്.
ഇനി ഇന്ത്യയിലത്തെ കോർപ്പറേറ്റുകളുടെ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റാണ് ഹാപ്പൻ ചെയ്തിരിക്കുന്നത്. ഗോദ്രേജ് ഗ്രൂപ്പിനെ ഗോദ്രേജ് ബ്രദേഴ്സും അതുപോലെ തന്നെ കസിൻസും നമ്മൾ ബിസിനസ്സുകൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗോദ്രേജിൻ്റെ അണ്ടറിൽ വരുന്ന ഗ്രൂപ്പിൽ വരുന്ന കമ്പനികളുണ്ട്. ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഗോദ്രേജ് കൺസ്യൂമർ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, അതോടൊപ്പം തന്നെ ഗോദ്രേജ് അഗ്രോവെറ്റ്, ഒപ്പം ഗോദ്രേജ് ഓപ്പൺ ഓഫർ കൊടുത്തിട്ട് അസ്റ്റെക് ലൈഫ് സയൻസസും കൂടി അവർ അണ്ടറിലേക്ക് കൊണ്ടുവരും. മറ്റേ ഗ്രൂപ്പ് ജംഷീദ് ഗോദ്രേജ് ആണ്. ഗോദ്രേജിന്റെ കസിൻസ് ആണ്. ഇവരുടെ അണ്ടറിൽ വരുന്നത് ഗോദ്രേജ് ബോയ്സ് ലിമിറ്റഡും അതുപോലെ തന്നെ 3400 ഏക്കർ വിക്രോളിലുള്ള ലാൻഡും ആണ് വരുന്നത്. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഒരു 6 വർഷത്തിന് ശേഷം പുതിയൊരു പ്രോപ്പർട്ടി കമ്പനി കൂടി ഗോദ്രേജ് കസിൻസിൻ്റെ അണ്ടറിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്, ഗോദ്രേജ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസിന് ഇതെങ്ങനെയാണ് ബാധിക്കാമെന്ന് അറിയില്ല. ഇവർ തമ്മിൽ MOU ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗോദ്രേജ് പ്രോപ്പർട്ടീസിന് നെഗറ്റീവ് ഒന്നും കാണാൻ ചാൻസസ് ഇല്ല. എന്നിരുന്നാലും 3400 ഏക്കർ ലാൻഡ് ബാങ്ക് വരുന്നത് ഗോദ്രേജ് എൻ്റർപ്രൈസസ് ഗ്രൂപ്പിലാണ്. അത് ജംഷീദ് ഗോദ്രേജും കസിൻസൊക്കെയാണ്. ഗോദ്രേജിൻ്റെ അണ്ടറിലുള്ള ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പിലെ മറ്റ് കമ്പനികളാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സക്സസ്ഫുൾ സ്പ്ലിറ്റാണ് കോർപ്പറേറ്റ് ലെവലിൽ നടന്നിരിക്കുന്നത്. വേദാന്ത അടുത്ത 4 വർഷത്തിനുള്ള $20 ബില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഡീമർജറിന് മുമ്പായിട്ട് ധാരാളം ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് കാണിച്ചേക്കാം. അതുപോലെ തന്നെ JSL ലിമിറ്റഡ്, ജിൻഡാൽ സ്റ്റെയിൻലെസ് 5400 കോടി രൂപ സ്പെൻഡ് ചെയ്യാണ്. JV ഉണ്ട് ഇന്ത്യനേഷ്യയിൽ. അതുപോലെ തന്നെ കപ്പാസിറ്റി എക്സ്പാൻഷനൊക്കെ ഇന്ത്യയിൽ നടത്തുകയാണ്. പോസിറ്റീവ് ന്യൂസാണ് JSLനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇൻഡസ് ടവർ എക്സലൻറ്റ് റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ വോഡാഫോൺ ഐഡിയയുടെ ടേൺ അറൗണ്ട് ഇൻഡസ് ടവറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. 5G ഇംപ്ലിമെൻറ്റേഷൻ കൂടുമ്പോൾ നല്ല രീതിയിലുള്ള ബിസിനസ് ഇൻക്രീസ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. ടവേഴ്സ് അഡീഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലെസ് റിസ്കി സ്റ്റോക്കാണ് ഇൻഡസ് ടവർ. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങി സൂക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. നമ്മൾ ഓട്ടോമൊബൈൽ സെയിൽസ് ഡാറ്റ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് പിക്ചറാണ്. ഹീറോ മോട്ടോ കോർപ്പ് അതുപോലെ തന്നെ TVS മോട്ടറൊക്കെയാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് സെയിൽസ് ഡാറ്റ പുറത്ത് വിട്ടിരിക്കുന്നത്. മറ്റ് ഫിഗേഴ്സ് എല്ലാം തന്നെ ഒരു മിക്സഡ് ഡാറ്റയാണ്. അതുകൊണ്ട് തന്നെ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ ഈ സ്റ്റോക്കുകളിൽ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഈ NHPC MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഓഷ്യൻ സർവീസസ് എന്ന് പറയുന്ന ഒരു നോർവീജിയൻ കമ്പനി ആയിട്ടാണ്. ഫ്ലോട്ടിംഗ് സോളാർ പാനൽസിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയാണ്. NHPC ഹൈഡ്രോ പവർ രംഗത്തും അതുപോലെ തന്നെ സോളാർ പവർ രംഗത്തും വിൻഡ് പവർ രംഗത്തൊക്കെ എൻ്റർ ചെയ്തിട്ടുള്ള ഒരു പവർ സെക്ടർ PSU കമ്പനിയാണ്. ഈ ന്യൂസ് NHPCനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. VSSL തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1.5 വർഷം മുമ്പ് 1:1 ബോണസ് ഡിക്ലെയർ ചെയ്തിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എക്സ് ബോണസിലും ട്രേഡ് ചെയ്യുന്നത് ബോണസിൻ്റെ EPS ആണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കഴിഞ്ഞ 3 മാസത്തിനുള്ള മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരു സ്റ്റോക്കും കൂടിയാണ്. തീർച്ചയായിട്ടും ലോങ് ടൈമിലും ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. റെയിൽടെല് കവച് ഇംപ്ലിമെൻറ്റേഷനായിട്ട് ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനി ആയിട്ടൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. വലിയ എക്സ്പാൻഷൻ പ്ലാനുകളാണ്, വലിയ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനുകളാണ് കവചിനുള്ളത്. തീർച്ചയായിട്ടും റെയിൽടെലിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഈ ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യയിലും ഓവർസീസും റെയിൽടെലിൽ കവച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. കവച് നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളൊരു ആൻറ്റി കൊളീഷൻ സിസ്റ്റമാണ്. വളരെ പോസിറ്റീവാണ് റെയിൽടെലിനെ സംബന്ധിച്ച്. കോട്ടക് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി MD റിസൈൻ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഫെഡറൽ ബാങ്കിൻ്റെ CEO ആയിട്ട് ചാർജ് എടുക്കുന്നതാണ് പറയുന്നത്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് അത് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. വിപ്രോ $multi-million ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട് നോക്കിയയിൽ നിന്നാണ്. തീർച്ചയായിട്ടും വിപ്രോനെ സംബന്ധിച്ച് ലോങ് ടൈമിൽ പോസിറ്റീവാണ്. BSE F&O ചാർജസ് ടേൺ ഓവർ ചാർജസ് റിവൈസ് ചെയ്തിരിക്കുകയാണ്. BSEനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. കാരണം സെബിയുടെ ഡിമാൻഡ് ഉണ്ടായിരുന്നു പഴയ അരിയേഴ്സ് കൊടുത്തു തീർക്കാനായിട്ടൊപ്പം BSE ഒരു
റിയലിസ്റ്റിക് ലെവലിലേക്ക് ചാർജസും കൂടി റിവൈസ് ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഇന്ത്യ മാർട്ടിൻ്റെ Q4 റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ IFCI 7 വർഷത്തിന് ശേഷം ഒരു പ്രോഫിറ്റ് കാണിച്ചിരിക്കുകയാണ്. IFCIനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. അതുപോലെ തന്നെ സൈബർ ടെക് സിസ്റ്റംസ് ആൻഡ് സോഫ്റ്റ്വെയർ ലിമിറ്റഡ് എക്സലൻറ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ഇന്ന് കോർപ്പറേറ്റ് സെക്ടറിലെ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ മിക്സഡ് പിക്ചറാണ്. പക്ഷേ എക്കണോമി റിലേറ്റഡ് ന്യൂസുകളൊക്കെ പോസിറ്റീവാണ്. പൊളിറ്റിക്കലി ഡ്രിവൻ ന്യൂസുകളാണ്, വൊളാറ്റിലിറ്റി ഉണ്ടാക്കാവുന്ന ന്യൂസുകൾ. പക്ഷേ ഓവറോൾ സെൻറ്റിമെൻറ്റ് എന്നൊരു പോസിറ്റീവ് ബയസാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ വേറെ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊന്നും ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും നിഫ്റ്റിയും സെൻസസും പുതിയ ഹൈ ഗെറ്റ് ചെയ്തേക്കാം. കാരണം പ്രീ ബഡ്ജറ്റ് ഡാറ്റാസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. വൊളാറ്റിലിറ്റി ഉണ്ടാവാം. നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള പൊസിഷൻസ് മാർക്കറ്റ് ഹയർ ലെവലിൽ വരുന്ന സമയങ്ങളിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.